നരകത്തിൽ എത്തിപ്പെടാൻ ഒന്നാമത്തെ കാരണം ശിർക്കാണ്. ഈ കാര്യം ജാഗ്രതയോടുകൂടി മനസ്സിലാക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. ശിർക്കിന്റെ അംശങ്ങൾ വരുന്നതിനെ ശ്രദ്ധിക്കണം. പല ആളുകളും ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തും. ആ ബിസിനസ്സിൽ ക്ഷേത്രത്തിന്റെ ഉത്സവത്തിന് ആളുകൾ പൈസ ചോദിച്ചു കൊണ്ടുവരും. അപ്പൊ കച്ചവടമല്ലേ, ബിസിനസ്സുകാരല്ലേ, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ പോണ്ടേ. ക്ഷേത്ര ഉത്സവത്തിന് 50 രൂപ എടുത്തു കൊടുക്കും. നീ ശിർക്കിലാണ്. നീ മനസ്സിലാക്കിക്കോ, നീ ശിർക്കിനെ പ്രോത്സാഹിപ്പിക്കുന്നു. ഗുരുതരമായ പാപത്തിനാണ് നീ കൂട്ടുനിൽക്കുന്നത്. ഞങ്ങൾക്ക് വേശ്യാലയം നടത്താൻ പണം തരണമെന്ന് പറഞ്ഞ് നോട്ടീസ് ആയിട്ട് വന്നാൽ ഹിന്ദുക്കൾക്ക് നിങ്ങൾ കൊടുക്കുവോ? വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അവരിൽ കൊടുക്കുവോ? ഇല്ല ഇല്ല ഇല്ല. വളരെ ഗൗരവമായി പറയണം, അല്ലേ? ഞങ്ങൾ കള്ളിഷാപ്പ് നടത്താൻ ഉദ്ദേശിക്കുന്നു, കള്ളിഷാപ്പ് ഉണ്ടാക്കാൻ നിങ്ങൾ 50 രൂപ തരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൊടുക്കുവോ? അതിനേക്കാൾ ഗുരുതരമല്ലേ ക്ഷേത്രത്തിന് കൊടുക്കുന്നത്? അല്ലേ അല്ലേ അല്ലേ? പക്ഷേ കള്ള് ഷാപ്പ് ഉണ്ടാക്കാനാന്ന് പറഞ്ഞാൽ നമുക്ക് ദേഷ്യം പിടിക്കും. വിഗ്രഹ പൂജക്കാന്ന് പറഞ്ഞാലോ ഒന്നുമില്ലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് പോണ്ടേ. അപ്പൊ നമ്മുടെ മനസ്സിൽ ശിർക്കിന്റെ സ്ഥാനം ഏറ്റവും താഴെ, ചെറിയ തിന്മ ഏറ്റവും മേലെ. എന്താ അല്ലേ, എന്തൊക്കെയാ പറഞ്ഞു വയ്ക്കുന്നത് അല്ലേ? ഇതാണോ മതസൗഹാർദ്ദം? ഈ മനുഷ്യനെതിരെ ഒരു FIR എടുക്കാൻ ആരെങ്കിലും ഉണ്ടോ ഈ നാട്ടിൽ? എന്തെങ്കിലും കേസുണ്ടോ? ഈ പ്രസംഗമൊന്നും ആരും കേട്ടില്ല എന്നാണോ കേരളത്തിലെ പോലീസോ അല്ലെങ്കിൽ KPCC പ്രസിഡന്റ് സുധീരൻ? അദ്ദേഹമാണല്ലോ ഇപ്പൊ കേരളത്തിലെ മഹാത്മാഗാന്ധി. ഈ മഹാത്മാഗാന്ധി ഈ പ്രസംഗം കേൾക്കുന്നില്ലേ? അതേസമയം 16 വർഷം മുമ്പ് പ്രവീൺ തോഗഡിയ കോഴിക്കോട് കടപ്പുറത്ത് അതോ മുതലക്കുളം മൈതാനിയിലോ ചെയ്ത ഒരു പ്രസംഗത്തിന്റെ കേസ് ഇപ്പോഴും കോടതിയിൽ കിടക്കുന്നു. അത് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് എന്തെല്ലാം ബഹളമാണ്. ആ മനുഷ്യൻ ഇതൊന്നും പറഞ്ഞൊന്നുമില്ല. വേറെ ആരാധനാലയങ്ങൾ പോകരുതെന്നോ അല്ലെങ്കിൽ അവിടെ വേറെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നോ ഒക്കെയുള്ള ദുസ്സൂചനയൊന്നും അല്ല, നേരെ തുറന്നങ്ങ് പറയുകയാണല്ലോ ഈ മനുഷ്യൻ ചെയ്യുന്നത്. ഇതുപോലെയൊന്നും ഒരു തോഗഡിയും ഒരു സ്വാതി പ്രാജിയും ഒരു യോഗി ആദിത്യനാഥും പ്രസംഗിച്ചിട്ടില്ല. പ്രസംഗിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ അറിയും. അയ്യോ, ഉത്തർപ്രദേശിലോ ബീഹാറിലോ ഏതെങ്കിലും ഏടാകൂടത്തിൽ നിന്ന് അവരെന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഉടനെ അറിയും. അങ്ങനെയാണ് ക്യാമറ അവരെ പിന്തുടരുന്നത്. പക്ഷേ ഈ മനുഷ്യനെ ആരും പിന്തുടരുന്നില്ല. നിർബാധം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്ര വർഗീയ വിദ്വേഷം നിറഞ്ഞ പ്രസംഗം കേരളത്തിൽ നടക്കുന്നത് മാധ്യമങ്ങൾ അറിയുന്നില്ലേ? അധികാരികൾ അറിയുന്നില്ലേ? എങ്ങോട്ടാണ് കേരളം പോകുന്നത്? മൊത്തം ഭാരതത്തെ, അഖില ഭാരതത്തെ വിടുക. കേരളമാണല്ലോ മതസൗഹാർദ്ദത്തിന്റെ വലിയ അടയാളമായിട്ട് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. എന്ത് സംഭവിക്കുന്നു കേരളത്തിലെ ഗ്രാമങ്ങളിൽ? വലിയൊരു പൊട്ടിത്തെറിയുടെ വക്കിലേക്ക് മെല്ലെ നടന്നെടുക്കുകയാണ് കേരളത്തിലെ ഗ്രാമങ്ങൾ. ഇതിപ്പോ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇനി എന്നാണ് മനസ്സിലാക്കാൻ പോകുന്നത്? എന്തുകൊണ്ടാണ് ഇവരെല്ലാം സംരക്ഷിക്കപ്പെടുന്നത്? എന്തുകൊണ്ട് താരതമ്യേന ലഘുവായ ചില പരാമർശങ്ങൾ നടത്തിയ സാധ്വി പ്രാചി, പ്രവീൺ തോഗഡിയ, യോഗി ആദിത്യനാഥ്, ബാബ രാംദേവ് ഇവരൊക്കെ വില്ലൻ കഥാപാത്രങ്ങളായിട്ട് ചിത്രീകരിക്കപ്പെടുകയും ഞാൻ ഈ കാണിച്ച വിഷ്വൽസിലുള്ള ഈ മൊല്ലാക്കമാരും ഈ പ്രൊഫസർമാരും ഇവരെല്ലാവരും യോഗ്യന്മാരായിരിക്കുകയും അല്ലെങ്കിൽ അവരെ ആരും കാണാത്ത രീതിയിൽ സംരക്ഷിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഈ ഇരട്ടത്താപ്പിന് കേരളം വലിയ വില കൊടുക്കേണ്ടി വരും. മൊത്തം ഭാരതത്തെപ്പറ്റി ഞാൻ പറയുന്നില്ല, കാരണം മൊത്തം ഭാരതത്തിലെ കാറ്റല്ല കേരളത്തിൽ വീശുന്നത്. നമുക്കറിയാമല്ലോ, കേരളത്തിൽ വീശുന്ന ഒരു പ്രത്യേക കാറ്റാണ്. ആ കാറ്റിന്റെ സ്വാധീനത്തിൽ കേരളമായിരിക്കും ആദ്യം വലിയ അപകടത്തിൽ ചെന്ന് ചാടുന്നത് എന്ന് ഞാൻ കരുതുന്നു.